ഹായ്, ഫുട്ബോൾ പ്ലേയേഴ്സ് പലപ്പോഴും ചോദിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സിമ്പിൾ ഡയറ്റുകൾ പറഞ്ഞു തരാവുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ചക്ക ഉപയോഗിക്കാവുന്നതാണ്. കാരണം ചക്കയ്ക്കകത്ത് ഒരു ഫൈബർ കണ്ടന്റ് ഉണ്ട്. ചക്ക എങ്ങനെ ഉപയോഗിക്കാം? ഞാൻ കറി വെച്ച ചക്ക നല്ല കുടംപുളി ഇട്ട് വെച്ച മത്തിക്കറി. അപ്പൊ ഈ ചക്കയും കുടംപുളിയും ഇട്ട മത്തിക്കറിയായിട്ട് എങ്ങനെ കോമ്പിനേഷൻ വെച്ചാൽ തീർച്ചയായിട്ടും ചക്ക എന്ന് പറയുന്നത് കാപ്സ് ആണ്. അപ്പൊ നമ്മുടെ ഡയറ്റിലെ കാപ്സ് ആയി കഴിഞ്ഞു. ഇനി പ്രോട്ടീൻ, ഈ ഫിഷ് അതായത് ഈ മത്തിക്കകത്ത് പ്രോട്ടീൻ ഉണ്ട്. അപ്പം നമുക്ക് പ്രോട്ടീൻ സോഴ്സ് ആയി കഴിഞ്ഞു. ഇനി ഫാറ്റ് സോഴ്സ്, ഞാൻ ഈ മത്തി എണ്ണ എടുത്ത് കുറച്ച് എണ്ണ എടുത്ത് ഫ്രൈ ചെയ്തു, അതായത് കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് ഫാറ്റും ഉണ്ട്. നമ്മൾ ഈ കറി വെച്ച് ചക്കയ്ക്കകത്തുള്ള ഓയിലും ചേർത്തിട്ടുണ്ട്, അതിനകത്ത് ഫാറ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഡയറ്റിലുള്ള കാപ്സ് ഫാറ്റായി, പ്രോട്ടീനായി, കാർബോഹൈഡ്രേറ്റ് ആയി. അതായത് കാപ്സ് ചക്ക, ഫാറ്റ് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കിട്ടും, അതായത് പ്രോട്ടീൻ തീർച്ചയായിട്ടും ഫിഷിൽ നിന്ന് കിട്ടും. അപ്പോൾ 100 ഗ്രാം ചക്ക എടുത്താൽ തന്നെ ആ 100 ഗ്രാം ചക്കയ്ക്കകത്ത് 94 കലോറി ഉണ്ട്. 100 ഗ്രാം മത്തി കറി വെച്ചെടുത്താൽ അതിനകത്ത് 172 കലോറി ഉണ്ട്. 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ട ലൈറ്റ് ഡയറ്റ്, നമുക്ക് സിമ്പിൾ ആയിട്ട് ആ കോമ്പിനേഷൻ ഒരു ബാലൻസ് ഡയറ്റ് കിട്ടി എന്നുള്ളതാണ്. അത് ചക്ക, മത്തിക്കറി, മത്തി വറുത്തത്, ഇത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബാലൻസ് ഡയറ്റായി മാറും. ഇങ്ങനെ വളരെ സിമ്പിൾ ഡയറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.